പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന വിഷയത്തിന് വളരെയേറെ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. ലോകത്തിലെ ഒട്ടുമിക്ക മനുഷ്യരും തങ്ങളുടെ മതത്തെ അറിയുന്നത് മതപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പൂർവികരും മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും പുലർത്തുന്ന വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അന്ധമായി അള്ളിപ്പിടിക്കുന്ന വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടുമെന്ന് കരുതി തങ്ങളുടെ മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം പോലും വായിക്കുവാനും അർത്ഥം ഗ്രഹിക്കുവാനും മനുഷ്യൻ ഭയക്കുന്നു. ഒട്ടുമിക്ക അമുസ്ലിങ്ങളുടെ കാര്യത്തിലെന്നതുപോലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ കാര്യത്തിലും ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കുറെ ആളുകളുടെ പ്രവർത്തനങ്ങളിലൂടെയും ഇസ്ലാമിന്റെ വക്താക്കളെന്ന് സ്വയം അവകാശപ്പെടുന്ന മതപുരോഹിതരുടെ വ്യാഖ്യാനങ്ങളിലൂടെയും അന്ധമായ ഇസ്ലാമിക വിരോധം മൂലം ഭൂരിപക്ഷം മാധ്യമങ്ങളും നടത്തുന്ന നുണപ്രചരണങ്ങളിലൂടെയുമാണ്. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കുന്ന ഡ്രൈവിംഗിന്റെ അടിസ്ഥാനത്തിൽ ഒരു റോൾസ് റോയ്സ് കാറിനെ വിലയിരുത്തുന്നത് പോലെയാണ് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മതത്തെ വിലയിരുത്തുന്നത്. ഒരു കുഞ്ഞിന് ജന്മം നൽകിയ വ്യക്തിയെ പിതാവെന്ന് വിളിക്കാമെങ്കിലും പിതാവിന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കാത്തൊരു വ്യക്തിയെ നല്ലൊരു പിതാവെന്ന് വിളിക്കുവാനോ അയാളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ പിതാവെന്ന ഉന്നതമായ സ്ഥാനത്തെ വിലയിരുത്തുവാനോ കഴിയില്ല. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച വ്യക്തിയെ ഭർത്താവെന്ന് വിളിക്കാമെങ്കിലും ഭർത്താവിന്റെ കടമകൾ നിർവഹിക്കാത്തൊരു വ്യക്തിയെ നല്ലൊരു ഭർത്താവെന്ന് വിളിക്കുവാനോ അയാളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭർത്താവെന്ന സ്ഥാനത്തെ വിലയിരുത്തുവാനോ കഴിയില്ല. അതുപോലെ ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആന്റെയും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വചനങ്ങളിലൂടെയും കൽപ്പനകളിലൂടെയുമാണ്. അങ്ങനെ വിലയിരുത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. കാരണം ലോകത്തിലെ 4-1 ഉൾക്കൊള്ളുന്ന 130 കോടിയോളം ജനങ്ങൾ തങ്ങളുടെ വിശ്വാസമായി അംഗീകരിച്ചിട്ടുള്ള ലോകരാഷ്ട്രങ്ങളിൽ പകുതിയോളം രാഷ്ട്രങ്ങളിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ തങ്ങളുടെ മതമായി അംഗീകരിച്ചിട്ടുള്ള, കഴിഞ്ഞ നൂറ്റാണ്ട് മുതലുള്ള കണക്കെടുത്താൽ മറ്റു മതങ്ങളെ ബഹുദൂരം പിന്തള്ളിക്കൊണ്ട് 237% വളർച്ച നേടിയെന്ന് പ്രസിദ്ധമായ പല മാസികകളും അംഗീകരിക്കുന്ന, ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതമെന്ന് BBC, CNN മുതലായ ദൃശ്യമാധ്യമങ്ങളും വെബ്സൈറ്റിലെ പല ക്രിസ്ത്യൻ സൈറ്റുകളും അംഗീകരിക്കുന്ന, അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലും വർഷം തോറും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ ജനിച്ചു വളർന്ന മതവിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് മോചനത്തിന്റെ പാതയായി അംഗീകരിക്കുന്ന പ്രശസ്തരായ സാഹിത്യകാരന്മാരും ശാസ്ത്രജ്ഞരും വിശഗ്വരന്മാരും കായിക താരങ്ങളും പോപ്പ് സംഗീത ഗായകരുമെല്ലാം തങ്ങൾ ജനിച്ചു വളർന്ന മതം ഉപേക്ഷിച്ചുകൊണ്ട് മോചനത്തിന്റെ പാതയായി ആലിംഗനം ചെയ്യുന്ന ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കുവാനുള്ള ബാധ്യത ഓരോ മനുഷ്യനുമുണ്ട്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമെന്നും ഭീകരവാദികൾക്ക് ജന്മം നൽകുന്ന ദർശനമെന്നും മനുഷ്യ ബോംബുകളായി തീരാൻ യുവാക്കളെ പ്രേരിപ്പിക്കുന്ന തത്വചിന്ത എന്നെല്ലാമുള്ള വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഇസ്ലാം എന്താണ് ഉത്ബോധിപ്പിക്കുന്നത് എന്നറിയാനുള്ള ബാധ്യതയും ഓരോ മനുഷ്യനുമുണ്ട്. അത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം. മുഹമ്മദീയ മതം എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ ആരംഭിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ച മതമല്ല ഇസ്ലാം. പ്രപഞ്ചനാഥനായ ദൈവം ആദം നബി അലൈഹിസ്സലാമിന് എത്തിച്ചു കൊടുത്ത സന്ദേശം ഇസ്ലാമിൻ്റെതായിരുന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകർക്കും ദൈവം എത്തിച്ചു കൊടുത്ത സന്ദേശവും ഇസ്ലാമിന്റെ സന്ദേശം തന്നെയായിരുന്നു. അവർ ഉത്ബോധിപ്പിച്ചതും ഈ സത്യം തന്നെയാണ്. ഏകനായ ദൈവത്തെ ആരാധിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, അവനോട് ദൈവിക സഹായം തേടുക, അവൻ കൽപ്പിച്ച നന്മകൾ ചെയ്യുക, അവൻ വിരോധിച്ച തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. മറ്റു മതങ്ങളുടെ പേരുകളിൽ നിന്ന് തന്നെ ഇസ്ലാമിന്റെ പേര് വ്യതിരിക്തമായി നിലകൊള്ളുന്നു. ഇതര മതങ്ങളുടെ പേരുകൾ ഒരു വ്യക്തിയുടെയോ വർഗത്തിന്റെയോ ഗോത്രത്തിന്റെയോ പ്രദേശത്തിന്റെയോ പേരുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉദാഹരണത്തിന് ക്രിസ്തുമതത്തിന്റെ പേര് ജീസസ് ക്രൈസ്റ്റിന്റെ പേരുമായി,
ബുദ്ധമതത്തിന്റെ പേര് ഗൗതമ ബുദ്ധന്റെ പേരുമായി, ഹിന്ദു മതത്തിന്റെ പേര് ഇൻഡസ് നദിയുടെ പേരുമായി, യഹൂദ മതത്തിന്റെ ഒരു ഗോത്രത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമർപ്പണമെന്നതാണ്. ഏതൊരു വ്യക്തിയാണോ തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിക്കുന്നുവോ ആ വ്യക്തിയെയാണ് നാം ഒരു മുസ്ലിം എന്ന് വിളിക്കുന്നത്. അത്തരത്തിൽ ദൈവത്തിന് സർവസ്വവും സമർപ്പിച്ചൊരു വ്യക്തി ജീവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ശാന്തി ഉണ്ടാകുന്നു. ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ മൂലം മറ്റുള്ളവർക്ക് അശാന്തി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന പദത്തിന്റെ മറ്റൊരർത്ഥമാണ് സമാധാനം എന്നത്. അപ്പോൾ ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറ ദൈവവിശ്വാസമാണ്. ദൈവത്തെ അംഗീകരിക്കണമെന്ന് അംഗീകരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം മനുഷ്യരും. സ്വന്തം സഹോദരന്റെ കഴുത്തറത്ത് അവനെ വഞ്ചിച്ച് അവന്റെ സമ്പത്ത് കവർന്നെടുക്കുന്നതിൽ നിന്നും, ലൈംഗിക കാമദാഹം തീർക്കാനായിട്ട് ലൈംഗിക അരാജകത്വങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും, മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരന്തങ്ങളും വിസ്മരിച്ചുകൊണ്ട് തന്റേതായ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പിന്നാലെ പ്രയാണം നടത്തുന്നതിൽ നിന്നും, കച്ചവട ലാഭത്തിനു വേണ്ടി കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നടത്തുന്നതിൽ നിന്നും, ഭൗതികമായ മോഹത്തിനു വേണ്ടി ആത്മീയതയുടെ മുഖംമൂടി ധരിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് കൈക്കൂലി വാങ്ങുന്നതിൽ നിന്നും, പ്രതികാരം ചെയ്യുവാനായിട്ട് അനീതിക്കും അക്രമത്തിനുമെതിരെ പ്രതികാരം ചെയ്യുവാനായി ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്നും, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി സർവനാശം വിതക്കുന്ന ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് വിൽപ്പന നടത്തുന്നതിൽ നിന്നും, ആയുധശക്തി കൊണ്ട് മറ്റു രാഷ്ട്രങ്ങളെ കീഴടക്കുന്നതിൽ നിന്നുമെല്ലാം മനുഷ്യ സമൂഹത്തെ തടഞ്ഞു നിർത്തണമെങ്കിൽ ഇതെല്ലാം തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കുന്ന, ഇത്തരം പ്രവർത്തനങ്ങൾ കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന, മരണാനന്തരം മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുകയും നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ വിജനമായ പ്രദേശങ്ങളിൽ ആരും കാണുവാനില്ലെങ്കിൽ എങ്കിൽ പോലും തെറ്റുകുറ്റങ്ങളിൽ നിന്നും മനുഷ്യൻ മാറി നിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള ദൈവം ആരായിരിക്കണം? ജീവനില്ലാത്തൊരു വസ്തുവിൽ അങ്ങനെയുള്ളൊരു ദൈവമാകാൻ കഴിയില്ല. ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അങ്ങനെയുള്ള ദൈവമാകാൻ സാധ്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുകയും വായു ശ്വസിക്കുകയും ചെയ്തിരിക്കുന്ന ആളുകൾക്കും അങ്ങനെയുള്ളൊരു ദൈവമാകാൻ പറ്റില്ല. മറിച്ച് പ്രപഞ്ചത്തെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും സസ്യലതാദികളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നെല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും ചെയ്യുന്ന, ഭാവിയും ഭൂതവും അറിയാവുന്ന, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചിന്തകളെ കുറിച്ച് പോലും അറിയാവുന്ന പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിന് മാത്രമേ മരിച്ച് കബറുകളിലും ശ്മശാനങ്ങളിലും ചുടുകാടുകളിലും മണ്ണും ചാരവുമായി തീർന്ന മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുവാനും നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും നൽകുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളൊരു ദൈവത്തെ, അങ്ങനെയുള്ളൊരു സ്രഷ്ടാവിനെ ആരാധിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുന്ന മതമാണ് യഥാർത്ഥത്തിലുള്ള ദൈവിക മതം. മറിച്ച് സൃഷ്ടികളെ ആരാധിക്കണമെന്ന് പറയുന്ന മതങ്ങളൊന്നും ദൈവിക മതമല്ല. അങ്ങനെയുള്ളൊരു സ്രഷ്ടാവിനെ ആരാധിക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥ ദൈവവിശ്വാസികൾ. അല്ലാതെ സൃഷ്ടികളെ ആരാധിക്കുന്നവരെങ്ങനെയാണ് ദൈവവിശ്വാസികളാകുന്നത്? സ്രഷ്ടാവും സൃഷ്ടികളും ഭിന്നമാണെന്നും അതുകൊണ്ട് ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്നൊരിടത്തും, സ്രഷ്ടാവും സൃഷ്ടികളും ഒന്നാണെന്നും അതുകൊണ്ട് കാടിനെയും കല്ലിനെയും കാറ്റിനെയും മനുഷ്യരെയും മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ആരാധിക്കാമെന്ന് മറ്റൊരിടത്തും ഉത്ബോധിപ്പിക്കുന്ന മതദർശനം ഒരിക്കലും ദൈവിക ദർശനമാകില്ല. ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള ഒരു വസ്തുവിന്റെ രൂപം ഉണ്ടാക്കുകയോ അവയെ സേവിക്കുകയോ അവയെ നമസ്കരിക്കുകയോ അരുത് എന്നൊരിടത്തും, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന തൃത്വമാണ് ദൈവവിശ്വാസം എന്നുണർത്തുന്ന മതദർശനവുമൊന്നും യഥാർത്ഥത്തിലുള്ള ദൈവിക മതമാകില്ല. മറിച്ച് ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടുവാനും അവന്റെ കൽപ്പനകൾ മാത്രമേ അനുസരിക്കുവാനും പാടുള്ളൂ എന്ന് ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാമാണ്